ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് DIY അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ചെറിയൊരു ക്യാബിൻ നമുക്ക് വേണം. 0 to 24 വോൾട്ട് വരുന്ന 3 ആംപിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. AC നെ DC ആക്കാനുള്ള ഒരു ഡയോഡും ഒരു കപ്പാസിറ്ററും, DC വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബക്ക് കൺവെർട്ടർ. ഇത് രണ്ടും ഒരേ മോഡലാണ്, രണ്ട് ചെറിയ ഡിഫറൻസ് ഉള്ളൂ. മാക്സിമം 40 വോൾട്ട് സപ്പോർട്ട് ചെയ്യും 5 ആംപിയറിൽ. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുള്ളൂ. ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്റർ IC ഉണ്ട്. പിന്നെ വയറോട് കൂടിയ ഒരു USB മൊഡ്യൂള്. ഇതിൽ ടൈപ്പ് സിയും ടൈപ്പ് എയും ഉണ്ട്. QC ചാർജ് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് DC ഔട്ട് എടുക്കാനായിട്ട് ഒരു ബനാന സോക്കറ്റ് കേബിളും ഉണ്ട്. ഈ അറ്റത്ത് ബനാന സോക്കറ്റിന്റെ സെറ്റപ്പും പിന്നെ ഇവിടെ ക്രൊക്കഡൈൽ ക്ലിപ്പുമാണ്. പവർ സ്വിച്ച് ഈ മോഡലും പിന്നെ ഓറഞ്ച് കളറിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും, ഒരു AC കോഡും ഒരു ഫ്യൂസ് ഹോൾഡറും. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നല്ല ക്വാളിറ്റി ഉള്ള വയർ. എൻ്റെ ഉള്ളത് ഇപ്പോൾ 16 ഗേജ് ആണ്. 18 ഗേജെങ്കിലും നമുക്ക് മിനിമം വേണം. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു നോബും, കുറച്ച് സ്റ്റാൻഡ് ഓഫ് സ്ക്രൂസ് വേണം, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ, പിന്നെ കുറച്ച് നെറ്റ് വോൾട്ട് ടൈപ്പിലുള്ള സ്ക്രൂകളും. ഇത് അത്ര വലിയ സംഭവം എന്നല്ല, ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലത്തെ. ഇതാണ് ക്യാബിന്റെ ഒരു സെറ്റപ്പ്. ഇത് ചെറിയ ക്യാബിനാണ്. ഇതിലെല്ലാം കൂടി വെക്കുമ്പോൾ കൺജസ്റ്റഡ് ആയി പോകും. എന്നാലും ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വയറിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ DIY ആയിട്ട് ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിനായിട്ട് VAR എന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് വരും. യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഈ ക്യാബിനും മറ്റ് ഐറ്റംസും ഇതേപോലെ തന്നെ ഉണ്ടോന്ന് അറിയില്ല, എന്നിരുന്നാലും ഞാൻ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.